പ്രേമുള്ളവരെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണപ്പെട്ടു എന്നുള്ള വാർത്ത നമ്മുടെ ചുമഴത്തെ പള്ളിയിലെ മിനാരത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ പലരും നമ്മളെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാറുണ്ട്. അന്ന് പ്രത്യേകിച്ച് ആരെയും ക്ഷണിക്കേണ്ടതൊന്നുമില്ല, പറയാതെ തന്നെ ഒരുപാട് അതിഥികൾ കടന്നു വരുന്നൊരു ദിവസമാണ്. അവസാനം അങ്ങനെ മയ്യത്തിനെ കഫം ചെയ്തുകൊണ്ട് മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലോട്ട് കടന്നു ചെല്ലുമായിരുന്നു. എന്നിട്ട് നിന്റെ മയ്യത്തിന്റെ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നിന്നെ ഖബർസ്ഥാനിലോട്ടങ്ങ് എടുക്കുമ്പോൾ ആ ഖബർസ്ഥാനിന്റെ നിന്റെ ഖബറിന്റെ ചുറ്റും ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ തിങ്ങി തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. എല്ലാവരും നിനക്ക് വേണ്ടി വഴിമാറിത്തരുന്നൊരു ദിവസം. ആ ദിവസത്തിന് നിന്നെ ഖബറിലേക്ക് ഇങ്ങനെ പതുക്കെ ഇറക്കി വെച്ചിട്ട് മൂടി വെച്ചിരുന്ന മൂടാങ്കല്ലെടുത്ത് മൂടി അവസാനം നിന്റെ കൂടെ പിറക്കും നിന്റെ കൂട്ടുകാരും നിന്റെ തോളിൽ ചാഞ്ഞവരും നിന്റെ ഉപ്പയും നിന്റെ കുടുംബക്കാരി എല്ലാവരും 3 പിടി മണ്ണ് എടുത്തിട്ട് നിന്റെ ഖബറിലേക്ക് ഇങ്ങനെ ഇടുകയാണ്. അവസാനം ഖതീബ് ഉസ്താദ് വന്ന് ദുആ ചെയ്തു, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ സ്നേഹിച്ചവരും നിന്നെ സഹായിച്ചവരും ഇന്നലെ വരെ നിന്റെ കൂടെ തോളിൽ ചാഞ്ഞ് നിന്റെ കൂട്ടുകാരടക്കം നിന്നെ വിട്ട് 7 ചുവട്ടടിയൊന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ ഖബറിന് ചില സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവത്തിൽപ്പെട്ട ഒന്നാമത്തെ സ്വഭാവം എന്താ? നിന്നെ ഖബറങ്ങനെ ഞെരിക്കുകയാ. നമ്മുടെ വീട്ടിലേക്ക് അതിഥികൾ കടന്നു വരുമ്പോൾ മുസാഫഹത്ത് ചെയ്ത് കെട്ടിപ്പിടിക്കുന്നത്